ഹായ് എവ്രി വൺ, വെൽക്കം ടു കാപ്രിക്കോൺ തോട്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് സ്കിൻ കെയറും കുഞ്ഞു കുഞ്ഞി മേക്കപ്പും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ട് അഭിപ്രായം പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ആക്ച്വലി സോറി, ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് എടുക്കാൻ മറന്നുപോയി. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഒരു ടോണറാണ് അപ്ലൈ ചെയ്യാറ്. അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നെക്സ്റ്റ് എപ്പോഴെങ്കിലും ഞാനത് കാണിച്ചു തരാം. ടോണർ ഇട്ടതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഈ ഗുഡ് വൈബ്സിൻ്റെ വിറ്റാമിൻ സി B3 സ്കിൻ ഗ്ലോ ഫേസ് സെറമാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യാം നമുക്ക്. ഓക്കെ, ഇത്രയും മതിയാവും. ഇത് നല്ല ഫേസിൽ നല്ലോണം അബ്സോർബ് ഇങ്ങനെ നല്ലോണം അപ്ലൈ ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് ആക്ച്വലി ഒരു മേക്കപ്പിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. ഇതൊരു സ്കിൻ കെയർ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നതാണ്. നമുക്ക് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ അൺഇവൻ സ്കിൻ ടോണൊക്കെ മാറ്റാനായിട്ട് ഒരു ചെറിയൊരു ഗ്ലോ തരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 months അധികമായി. ഇപ്പോൾ ഇത് നല്ലൊരു സിറമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സിറമാണ്. ഇപ്പോൾ ഫേസ് കണ്ടാൽ ഇത് നോക്കൂ, ഇങ്ങനെ ഒരു പ്ലംബി എഫക്റ്റ് വരും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തു. ഇനി നെക്സ്റ്റ് സിറം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്നത് പോൺസിൻ്റെ ഈ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് മോയ്സ്ചറൈസർ നമുക്കറിയാം എപ്പോഴും. ഇപ്പോൾ സിറം ഇല്ലെങ്കിൽ പോലും മോയ്സ്ചറൈസറും സൺസ്ക്രീനും മെയിനാണ്, നമുക്ക് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ആദ്യമൊന്നും സിറവും ടോണറും ഒന്നും യൂസ് ചെയ്യില്ലായിരുന്നു. ഞാൻ ആദ്യം യൂസ് ചെയ്തത് മോയ്സ്ചറൈസറാണ്. എനിക്ക് മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുത്തായിരുന്നു. കാരണം എൻ്റെ സ്കിൻ ടൈപ്പിന് ഉള്ള മാച്ച് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ കിട്ടാൻ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫൈനലി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 3-4 വർഷമായിട്ട് ഈ പോൺസിൻ്റെ ഈ സെയിം മോയ്സ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്ന മോയ്സ്ചറൈസറാണ്. ഇത് നല്ലൊരു നമുക്ക് നല്ല ഫേസ്, എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ അപ്ലൈ ചെയ്ത് വൈകുന്നേരം വീട്ടിലെത്തുന്നവരെ എനിക്ക് ഞാൻ ഫേസ് വാഷ് ചെയ്യാറില്ല. ഞാൻ വർക്ക് ചെയ്യുന്നത് IT കമ്പനിയിലായത് കാരണം എനിക്ക് അങ്ങനെ വിയർപ്പിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലെത്തുന്നത് വരെ എനിക്ക് ഫേസ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്കിത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള മോയ്സ്ചറൈസറാണ്. ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും അറിയാവുന്ന പോലെ സൺസ്ക്രീനാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡോക്ടർ ഷെത്തിൻ്റെ സെറാമൈഡ് വിറ്റാമിൻ സി സൺസ്ക്രീൻ SPF 50+ PA++++ 4+ ഉണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത് കഴിയാറായി. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 4-മത്തെയോ 3-മത്തെയോ ബോട്ടിലാണ്. ഇതാണ് പാക്കറ്റാണിത്. ഇത് ആക്ച്വലി ഇതേപോലെ തന്നെ മോയ്സ്ചറൈസർ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു നല്ലൊരു സൺസ്ക്രീൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഫൈനലി എനിക്ക് എൻ്റെ സ്കിൻ ടൈപ്പിന് ചേർന്നിട്ടുള്ളൊരു സൺസ്ക്രീൻ കിട്ടി. സൺസ്ക്രീൻ ഞാൻ ആക്ച്വലി നമ്മുടെ 3 ഫിംഗറിൽ അപ്ലൈ ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. ബിക്കോസ് ഞാൻ അധികം വെയിലത്തൊന്നും വർക്ക് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ ഡോട്ടായിട്ട് എനിക്ക് ആവശ്യത്തിന് ഉള്ള സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറയാം, ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഇതിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല, സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല. അപ്പം ഞാൻ
എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ സ്കിൻ ടൈപ്പിന് അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടെക്സ്ചറുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കയ്യിലൊക്കെ പരട്ടാം. അപ്പോൾ ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഫേസ് ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, എല്ലാം നല്ലോണം അപ്ലൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫേസ് നോക്കൂ, ഇപ്പം നല്ലൊരു ഗ്ലോയിങ് ഇത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതാരും എനിക്ക് തോന്നുന്നു വേറെ ആരും ഇങ്ങനെ ചെയ്യാറില്ല എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. നിങ്ങളാരെങ്കിലും ഈ സ്കിൻ കെയറും ഇതെല്ലാം കഴിഞ്ഞിട്ട് പൗഡർ യൂസ് ചെയ്യുന്നവരുണ്ടോ? എനിക്കെന്തോ പണ്ട് മുതലേ പൗഡർ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇതേപോലെ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ സ്കിൻ കെയർ നേരിട്ട് നമ്മൾ പൗഡർ ഇടുന്നു, കണ്ണ് എഴുതുന്നു, പൊട്ട് തൊട്ടുന്നു, ലിപ്സ്റ്റിക്കൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ സ്കിൻ കെയറൊക്കെ കഴിഞ്ഞ് എനിക്ക് പൗഡർ ഇട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് പൗഡറാണ്. പൗഡർ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പൗഡർ കുട്ടിക്കൂറയാണ്. അപ്പം ഞാൻ കുറച്ച് അധികം യൂസ് ചെയ്യില്ല, കുറച്ച് പൗഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് ജസ്റ്റ് ഫേസ് ഒന്ന് ആ ഒരു ഓയിലി ടെക്സ്ചറാണ്. ഓയിലി ടെക്സ്ചർ ഇല്ല, ആക്ച്വലി ഒരു ഗ്ലോയി ടെക്സ്ചറായിരുന്നു. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല, എനിക്കൊരു മാറ്റ് ഫിനിഷാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഫേസിൽ ജസ്റ്റ് പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ കണ്ടോ ഫേസിൻ്റെ ആ ഒരു മാറ്റ് ഫിനിഷ് പോലെയായി ഫേസ്. ഇതിൻ്റെ സ്മെല്ല് നല്ലതാണ് കേട്ടോ. ഈ കുട്ടിക്കൂറയുടെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന പൗഡറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പൗഡറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ഞാൻ യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ്. അടുത്തത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എന്താ ഐ ഷാഡോയാണ്. അപ്പോൾ ഐ ഷാഡോ ഞാൻ ആക്ച്വലി ചിലപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ തന്നെ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മോസ്റ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് NYBയുടെ ഈ ഐ ഷാഡോ പാലറ്റാണ്. ഇതിൽ തന്നെ ഞാൻ ഈ ഒരു ഷെയ്ഡാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. അത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്ത് തീർന്നതല്ല, ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ തന്നെ ഇങ്ങനെയായിരുന്നു. അത് പിന്നെ ഞാൻ റിട്ടേൺ ചെയ്യാൻ പോയില്ല ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഞാനിത് വളരെ കുറച്ച് ഈ ഒരു ബ്രഷിലെടുത്തിട്ട് കണ്ണിൻ്റെ മേളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഇത് ഇപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. വർഷങ്ങളായിട്ടെന്ന് വെച്ചാൽ ഒരു 2-3 വർഷമായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കണ്ണിൻ്റെ അടിയിലും മുകളിലൊക്കെ എന്താ ബ്ലാക്ക് സർക്കിൾസൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കൊരു ഇതിന് വേണ്ടി കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ആക്ച്വലി എനിക്ക് കണ്ണാടിയുടെ മുന്നിലല്ലാണ്ട് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് മേക്കപ്പൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഐലൈനറാണ്. ഇതിപ്പോൾ ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചിട്ടുള്ള 99 റുപ്പീസോ ആയിരുന്നു ഈ ഐലൈനറാണ്. ഇത് നല്ല ഒരു ഐലൈനറാണ്. വാട്ടർ പ്രൂഫാണ് കേട്ടോ, കംഫർട്ടാണ്. നമുക്കങ്ങനെ ഹെവി ആയിട്ടൊന്നും കണ്ണിൽ ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇത് നമുക്ക് എഴുതാം. ഈ കണ്ണ് എഴുതുമ്പോൾ എപ്പോഴും എനിക്ക് ചെറുതായിട്ടൊരു വാല് വേണം. ഞാൻ ആദ്യം ഇവിടെ ഇങ്ങനെ വാലിട്ടിട്ടാണ് എഴുതുന്നത്.
കണ്ണെഴുതുമ്പോൾ തന്നെ നമ്മുടെ ഫേസൊക്കെ നല്ലോണം മാറുമല്ലേ, വേറൊരു നല്ലൊരു ഇതാവും. ഗൈസ്, എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നില്ല. ഞാനൊന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് എഴുതിയിട്ട് വരാം. അപ്പോൾ ഞാൻ കണ്ണെഴുതിയപ്പോൾ തന്നെ കണ്ണൊക്കെ നല്ല വിടർന്നില്ല. എത്ര നേരം ഒരു ചെറിയൊരു ഉറക്കത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മാഴ്സിൻ്റെ ബ്രിക്ക് റെഡ് ഷെയ്ഡിലുള്ള ഒരു ലിപ് ലൈനറാണ്. ഇത് ആക്ച്വലി തീരാറായി. ഇത് ഞാൻ ചെണ്ടില്ല അങ്ങനെ. ഒരു അങ്ങനെ ചെറിയൊരു ചുണ്ടാണ്, അതുകൊണ്ട് എനിക്കങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടുക എന്ന് പറയുന്നത് ഇച്ചിരി പാടായിട്ടുള്ള കാര്യമാണ്. ചെറിയ ചുണ്ട എൻ്റെ. നിങ്ങൾക്കത് വീഡിയോയിൽ എത്ര ഇതാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മൾ ലിപ്പ് ലൈൻ ചെയ്തു. ഇനി നെക്സ്റ്റ് എൻവൈബയുടെ തന്നെ വെൽവെറ്റ് മോസ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് 04 സെക്സി സാങ്ക്രിയ അങ്ങനെയാണെന്ന് തോന്നുന്നു വായിക്കുന്നത്. ഇതാണ് ആ ഒരു ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാം. ഇതൊരു 1 സ്വൈപ്പ് ആപ്ലിക്കേറ്ററാണ്. ശരിക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേറ്റർ വരുന്നത്. ഇത് നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ട്രാൻസ്ഫർ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഓയിലി ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇത് ട്രാൻസ്ഫർ ആവാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എനിക്കിത് നിൽക്കാറുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഒരു ടിൻ്റ് ഉണ്ടല്ലോ, അത് പോകാറില്ല. ടിൻ്റ് തന്നെയല്ല, ലിപ്സ്റ്റിക്ക് തന്നെ മൊത്തത്തിൽ പോകാറില്ല. നമ്മൾ കഴിക്കണം ആ ഒരു ഭാഗത്ത് മാത്രം അഡ്ജസ്റ്റ് പോകുമ്പോൾ ഞാൻ റീഅപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് വരുന്നത്. ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൻ്റെ കളറൊന്ന് ബ്രൈറ്റ് ആവും അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? അപ്പോൾ നമുക്കിനി ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്യണം, കമ്മലിടണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഔട്ട്ഫിറ്റൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന ഔട്ട്ഫിറ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പോയി കാണണം. അപ്പോൾ ഇത് ചെറിയൊരു കമ്മലും കൂടി ഇട്ടിട്ട് മുടിയും കൂടി ചീകിക്കഴിഞ്ഞാൽ നമ്മൾ വാച്ചും ചെറിയൊരു ബാംഗിളും കൂടി ഇട്ടാൽ നമ്മുടെ ഫൈനൽ ലുക്കാവും. നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ, സോറി ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം നിങ്ങളെ. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ വാച്ച് കെട്ടുവാണ്. ചെറിയൊരു ബാംഗിൾ, ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പം ഇതും കൂടിയിട്ട് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താണ്. നല്ലൊരു ഔട്ട്ഫിറ്റാണ്. നമുക്ക് മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ അത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇതേപോലത്തുള്ള വീഡിയോസും അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട് എനിക്കതൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.